ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിതം സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 74-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 74-ാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ സ്തനമധ്യം, അല്ലയോ ലോകമാതാവേ നിന്തിരുവടിയുടെ മധ്യപ്രദേശം, കുചമധ്യപ്രദേശം, ഗജാസുരൻ്റെ വസ്ത്രത്തിൽ ഉൽപ്പന്നങ്ങളായ മുത്തുമണികളാൽ കോർത്തുണ്ടാക്കപ്പെട്ടതും തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്ന അധരത്തിൻ്റെ കാന്തികളാൽ ഉള്ളിൽ ചിത്രവർണ്ണത്തോടു കൂടിയതുമായ നിർമ്മലഹാരത്തെ മഹാദേവൻ്റെ പ്രതാപത്തോട് കലർന്ന കീർത്തിയാണോ എന്ന് തോന്നും വണ്ണം ധരിക്കുന്നു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 75-ാമത്തെ ശ്ലോകം. ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. ഓം. ശ്ലോകം 75 വായിക്കാം. തവസ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയതഃ പയഃപാരാവാരഃ പരിവഹതി സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത. ഒന്നുകൂടെ വായിക്കാം. തവസ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയതഃ പയഃപാരാവാരഃ പരിവഹതി സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത. ഇവിടെ വാക്കുകൾ നോക്കാം. തവ സ്തന്യം, മന്യേ ധരണിധര കന്യേ ഹൃദയതഃ പയഃ പാരാവാരഃ പരിവഹതി സാരസ്വതം ഇവ സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുഃ ആസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാം അജനി പ്രൗഢാനാം അജനി പ്രൗഢാനാം അജനി കമനീയഃ കവയിത. ഇതാണ് വാക്കുകൾ. ഇനി ആ ഓരോ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. തവ തവ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ ദേവിയുടെ. സ്തന്യം സ്തന്യം മുലപ്പാല്. മന്യേ ഞാൻ കരുതുന്നു. ധരണി ധര കന്യേ ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി. ധരണിയെ ധരിക്കുന്നവൻ ധരണീധരൻ. ആരാ? പർവ്വതം. കന്യ പുത്രി. അപ്പം പർവ്വതപുത്രി പാർവതീദേവി എന്ന് അർത്ഥം. അപ്പം ഇവിടെ സംബോധന അല്ലയോ ധരണീധര കന്യേ പാർവതീപുത്രി പാർവതീദേവി പർവ്വതപുത്രി പാർവതീദേവി എന്നൊക്കെ അർത്ഥം. ഹൃദയതഃ ഹൃദയതഃ ഹൃദയത്തിൽ നിന്ന്. പയഃ പയസ് പാല് അമൃതം. പാരാവാരഃ പാരാവാര സമുദ്രം. പരിവഹതി പരിവഹതി പ്രവാഹം ചെയ്യുന്നു അല്ലെങ്കിൽ ഒഴുകുന്നു. സാരസ്വതമിവ സാരസ്വതം സരസ്വതിയെ സംബന്ധിച്ചത് അല്ലെങ്കിൽ സരസ്വതി ദേവിയുടെ
സംഗീതം, സാഹിത്യം മുതലായവ, സരസ്വതി ദേവിയുടെ പ്രസാദം ഇവ പോലെ ദയാവത്യ, ദയോടുകൂടി, ദത്തം കരുണയോടുകൂടി ദത്തമായത് കൊടുക്കപ്പെട്ടത്, ദ്രവിഡ ശിശുഹു, ദ്രവിഡ ശിശു തന്നെ, ഒരു ദ്രാവിഡ ശിശു, ആസ്വദിച്ച്, തവ യത് എന്തെന്നാൽ അതെന്ന് പറയുന്നത് സ്തന്യം, പാല്, കവീനാം പ്രൗഢാനാം, കവികളിൽ പ്രൗഢനായ, കമനീയ കവയിതാക അജനി, കമനീയനായ കവിയായി ജനിച്ചു, ജനിച്ചു. അപ്പം പ്രൗഢാനാം, പ്രൗഢന്മാരായ ഗംഭീരന്മാരായ, കവീനാം കവികളിൽ, കമനീയം മനോഹരനായ, കവയിത കവിയായി. അപ്പോൾ ഇവിടെ കവിതം എന്നൊക്കെ പറഞ്ഞത് ഇപ്പം നമ്മളെങ്ങനെയാ ദ്രാവിഡ ദേശം എന്ന് പറഞ്ഞാൽ തമിഴിൽ ദ്രാവിഡ ദേശം, നമ്മൾ കേരളം എന്ന് മലയാളത്തിൽ പറയാം. അപ്പം ഈ പണ്ട് പാർവതി ദേവി ഗുഹയിൽ നടക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി കരയുന്നത് കേട്ടു, അടുത്താരുമില്ലാതെ. അപ്പോൾ ആ കുട്ടിക്ക് ദേവി പാല് കൊടുത്തു എന്നും ആ പാല് കുടിച്ചത് കൊണ്ട് ആ കുട്ടി ആരാധിക്കപ്പെട്ട പ്രൗഢന്മാരിൽ, ഗംഭീരന്മാരായ കവികളിൽ വെച്ച് പ്രധാനിയായി തീർന്നുവെന്നും. അപ്പോൾ ആ കുട്ടി ആരാണ്? നമ്മുടെ ശങ്കര ഭഗവത്പാദരാണ്. 41 ശ്ലോകങ്ങളെ കൊണ്ട് ആനന്ദലഹരി എന്ന പേരിൽ ഈ സൗന്ദര്യലഹരിയുടെ 41 ശ്ലോകങ്ങൾ, ആദ്യത്തെ 41 ശ്ലോകങ്ങൾ എഴുതിയ ആൾ ശങ്കര ഭഗവത്പാദരാണെന്നാണ് സാഹിത്യം പറയുന്നത്. അപ്പം അതിനെ നമ്മൾ ആനന്ദലഹരി എന്ന പേരിൽ 41 ശ്ലോകം കഴിഞ്ഞപ്പം ഒന്നിച്ച് ചൊല്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. മുഴുവനും ഒന്നിച്ചു അർത്ഥവും പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞാണ് 42 മുതലുള്ളത് ശ്ലോകങ്ങൾ ആരോ എഴുതിയത്. അപ്പം ഇവിടെ തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയതഃ പയഃ പാരാവാരഃ പരിവഹതി സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത. അജനി എന്ന് പറഞ്ഞാൽ ജനിച്ചു, അല്ലെങ്കിൽ ഭവിച്ചു, ഉണ്ടായി എന്നൊക്കെ അർത്ഥം. അപ്പം ഇവിടെ എന്താണ്? തവസ്തന്യം, അങ്ങയുടെ മുലപ്പാല്, സ്തന്യം മുലപ്പാല്. മന്യേ എന്ന് പറഞ്ഞാൽ കരുതുന്നു, അല്ലേ? അപ്പം നമുക്കിത് ഇവിടെ എങ്ങനെ എടുക്കാം? അല്ലയോ പാർവതി ദേവി, അല്ലേ, ധരണീധര കന്യേ, ഹൃദയതഃ തവ ഹൃദയതഃ പയഃ പാരാവാരഃ, അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പരിവഹതി പാരാവാരപ്പയഃ, ഒഴുകുന്ന അമൃതം, പയസ്, അമൃതം, അമൃതസമുദ്രം, സാരസ്വതമിവ, സരസ്വതീ പ്രസാദമാണെന്ന് ഞാൻ മന്യേ എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്നു. ദയാവത്യാ ദത്തം, യത് എന്ന് പറഞ്ഞാൽ യാതൊന്നാണ്, എന്തെന്നാൽ എന്നൊക്കെ അർത്ഥം. തവ അങ്ങയാൽ, ദയാവത്യാ ദത്തം, ആ ദേവി കൊടുത്ത, ദത്തം എന്ന് പറഞ്ഞാൽ കൊടുക്കപ്പെട്ട, ദ്രവിഡ യത് ആ പാല്, അല്ലേ, അത് ദ്രവിഡ ശിശുഹു ആസ്വാദ്യ, ആസ്വദിച്ചു കുടിച്ചതുകൊണ്ട്, കവീനാം പ്രൗഢാനാം, പ്രൗഢന്മാരായ ഗംഭീരന്മാരായ കവികളിൽ, കമനീയ കവയിത, മനോഹരനായ കവിയായി, അജനി, ആ കുട്ടി ജനിച്ചു, ഭവിച്ചു. അപ്പോൾ ഇവിടെ അർത്ഥം എങ്ങനെ വരും? തവസ്തന്യം മന്യേ
ധരണിധരകന്യേ ഹൃദയതഃ പയപാരാവാരഃ പരിവഹതി സാരസ്വതമിവ. പരിവഹതി നന്നായി പ്രവഹിക്കുന്ന. ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത. ഇവിടെ തവസ്തന്യം നിന്തിരുവടിയുടെ മുലപ്പാല്, സ്തനക്ഷീരം, ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല്, സ്തനക്ഷീരം, മുലപ്പാല്, മന്യേ ഞാൻ വിചാരിക്കുന്നു, ധരണിധര കന്യ അല്ലയോ പാർവതീദേവി, ഹൃദയതഃ ഹൃദയത്തിൽ നിന്ന്, പയപാരാവാരക അമൃത സമുദ്രം, പരിവഹതിവ പ്രവഹിക്കുന്നു, സാരസ്വതം ഇവ സരസവാക്രൂപ സരസ്വതീമയം എന്ന പോലെ എന്ന് തോന്നും വണ്ണം ദയാവത്യ കരുണാർദ്രയായ ദത്തം കൊടുക്കപ്പെട്ട ദ്രവിഡ ശിശു ആസ്വാദ്യ തവ, ദ്രവിഡ ശിശു എന്ന ബാലൻ പാനം ചെയ്തിട്ട് യാതൊരു കാരണത്താൽ നിന്തിരുവടിയുടെ ആ സ്തന്യം പാനം ചെയ്തിട്ട് കവീനാം പ്രൗഢാനാം പ്രൗഢന്മാരായ കവികളുടെ കൂട്ടത്തിൽ കമനീയ കവയിത കമനീയൻ മനോഹരനായ ഒരു കവിയായി അജനി ഭവിച്ചു അല്ലെങ്കിൽ ജനിച്ചു. അപ്പം ഇതിൻ്റെ അർത്ഥം, അല്ലയോ പാർവതീദേവി, നിന്തിരുവടിയുടെ മുലപ്പാല് ഹൃദയത്തിൽ നിന്നുണ്ടായ അമൃതപ്രവാഹമായി സരസ്വതീ പ്രസാദമാണോ എന്ന് തോന്നും വണ്ണം ഒഴുകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദ്രവിഡ ശിശു കർണാദ്രയായ നിന്തിരുവടിയാൽ കൊടുക്കപ്പെട്ട ആ പാലിനെ, ആ ക്ഷീരത്തെ പാനം ചെയ്തിട്ട് പ്രൗഢന്മാരായ കവികളുടെ മധ്യത്തിൽ ഒരു മനോഹരനായ കവിയായി ഉണ്ടായി. ദേവീ സ്തന്യത്തെ മാധുര്യത്താൽ അമൃതരൂപേണയും ശുഭ്രവർണ്ണത്താലും പ്രൗഢജനകത്വത്താലും, അതായത് പ്രൗഢന്മാരായ കവികളെ പോലെയും സാരസ്വതരൂപേണയും വർണ്ണിക്കുന്നു. അപ്പോൾ സാരസ്വതരൂപേണ സരസ്വതി പ്രസാദമാണ് എന്നും, പിന്നെ പ്രൗഢന്മാരിൽ ശ്രേഷ്ഠനായ പ്രൗഢകവന ജനകത്വത്താലും സാരസ്വതരൂപേണയും വർണ്ണിക്കുന്നു. പിന്നെ വെളുത്ത ശുഭ്രവർണ്ണമായിട്ടും അമൃതരൂപമായിട്ടും ഒക്കെ ആ പാലിനെ വർണ്ണിക്കുന്നു. അപ്പോൾ ഗിരിഗുഹയിൽ ആരോ ഇട്ടുപോയ ദ്രവിഡ ശിശു എന്ന ബാലൻ്റെ കരച്ചിൽ കേട്ട് ദയോടുകൂടി ശ്രീ പാർവതി ദേവി അവിടെ ചെന്ന് മുല കൊടുത്തു എന്നും, അത് നിമിത്തം അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഒരു മഹാകവിയായി ഭവിച്ചു എന്നും ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യത്തെയാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ദ്രവിഡ ശിശു എന്ന് പറഞ്ഞത് ദ്രാവിഡ കുലത്തിൽ ജനിച്ച ശങ്കര ഭഗവത്പാദരാകുന്നു. ഈ സ്തോത്രത്തിൻ്റെ 41 ശ്ലോകം, ആദ്യത്തെ 41 ശ്ലോകം ആനന്ദലഹരി എന്ന പേരിൽ ആദ്യം എഴുതിയത് ശങ്കര ഭഗവത്പാദരാണ്. അപ്പോൾ ബാക്കിയുള്ള ശ്ലോകങ്ങൾ വേറെ ആരോ എഴുതിയുണ്ടാക്കിയതാണ്. പക്ഷേ അതും കേമൻ തന്നെ, അദ്ദേഹത്തെ പോലെ തന്നെ അറിവുള്ള ആൾക്കാരെഴുതി. അപ്പം ഈ ശ്ലോകം തവസ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയതഃ പയപാരാവാരഃ പരിവഹതി സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത. പ്രൗഢാനാം അജനി അല്ലെങ്കിൽ പ്രൗഢാനാം അജനി എന്നൊറ്റപ്പദം ഈ ശ്ലോകത്തിലെ 6 അക്ഷരം കഴിഞ്ഞ് നിർത്തിയിട്ട് നന്നായി വായിക്കാൻ പറ്റും. തവസ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയതഃ പയപാരാവാരഃ പരിവഹതി സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത.
വാക്കുകളുടെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞു പോകാം. തവ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ ദേവിയുടെ, സ്തന്യം എന്ന് പറഞ്ഞാൽ മുലപ്പാൽ, ദേവിയുടെ മുലപ്പാൽ. മന്യേ ഞാൻ വിചാരിക്കുന്നു, ധരണിധര കന്യ, അല്ലയോ പാർവതി, ധരണി ഭൂമിയാണ്, ധരൻ ധരിക്കുന്നവൻ. അപ്പോൾ അത് ഭൂമിയെ ധരിക്കുന്നവൻ പർവ്വതം, പർവ്വതത്തിൻ്റെ കന്യയെ പാർവതീ ദേവി എന്നർത്ഥം. ഹൃദയതഹ ഹൃദയത്തിൽ നിന്ന്, പയഹ ഇവിടെ പയഹ എന്ന് പറഞ്ഞാൽ അത് അമൃതമാണോ? പയസ് പാലാണ്, വെള്ളം, പാല്, അമൃതം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം പയഹ പാരാവാരം, അമൃത സമുദ്രം എന്നർത്ഥം. പരിവഹതി പ്രവഹിക്കുന്നു, നന്നായി പ്രകർഷേണ വഹിക്കുന്നു. സാരസ്വതം സരസവാഗ്രൂപ സരസ്വതീമയം എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ പ്രസാദം ആണോ എന്ന്. ഇവ ദയാവത്യ എന്ന് തോന്നും വണ്ണം ദയുള്ള കരുണാർദ്രയായ ആ ദേവിയാൽ ദത്തമായ, ദത്തം കൊടുക്കപ്പെട്ടത്. ദ്രവിഡ ശിശു എന്ന കുട്ടി ആസ്വാദ്യതവ, അതായത് ആസ്വദിച്ച് കുടിച്ചിട്ട്, പാനം ചെയ്തിട്ട് കുടിച്ചിട്ട്, നിന്തിരുവടിയുടെ യാതൊരു കാരണത്താൽ, അപ്പം നിന്തിരുവടിയുടെ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ആ സ്തന്യക്ഷീരത്തെ ആസ്വദിച്ച് പാനം ചെയ്തിട്ട് യാതൊരു കാരണത്താൽ, ആ കാരണത്താൽ കവീനാം പ്രൗഢാനാം, പ്രൗഢന്മാരായ കവികളുടെ കൂട്ടത്തിൽ കമനീയ കവയിതാ അജനി, ഒരു മനോഹരനായ കവിയായി ഭവിച്ചു അല്ലെങ്കിൽ ജനിച്ചു. ഇവിടെ ഈ വാക്കുകൾ എടുക്കേണ്ട ഹൃദയതഹ അല്ലേ, 1 മുതൽ. അപ്പോൾ ഹൃദയതഹ, പയഹ പാരാവാരഹ, സാരസ്വതം ഇവ പരിവഹതി, ദയാവത്യാദത്തം. ഇങ്ങനെ വാക്കുകളെ നമ്മൾ ഇതാക്കിയെടുക്കണം, എന്നിട്ട് ഇതാക്കണം. അപ്പം എങ്ങനെയാണ്? അല്ലയോ പാർവതി ദേവി, നിന്തിരുവടിയുടെ സ്തനക്ഷീരം ഹൃദയത്തിൽ നിന്നുണ്ടായ അമൃതപ്രവാഹമായി സാരാവഗ്രൂപ സാരസ്വതം ആണോ എന്ന് തോന്നും വണ്ണം ഒഴുകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദ്രവിഡ ശിശു കരുണാർദ്രയായ നിന്തിരുവടിയാൽ കൊടുക്കപ്പെട്ട ആ ക്ഷീരത്തെ പാനം ചെയ്തിട്ട് പ്രൗഢന്മാരായ കവികളുടെ മധ്യത്തിൽ ഒരു മനോഹരനായ കവിയായി ഭവിച്ചു അല്ലെങ്കിൽ ജനിച്ചു എന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരു പ്രാവശ്യം കൂടെ. തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയതഹ പയപാരാവാരഹ പരിവഹതി സാരസ്വതമിവ ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത. ഇതോടുകൂടി ഇന്നത്തെ ശ്ലോകം കഴിഞ്ഞു. അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അമേ നാരായണ അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വര.